കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഒരു അതിക്രൂര കൊലപാതകം നടന്നത്. സുഹൃത്തുക്കളൊപ്പമിരുന്ന് മദ്യപിച്ചു, തന്റെ കാമുകിക്ക് സുഹൃത്ത് മെസ്സേജ് അയച്ചിരുന്നുവെന്ന് പറഞ്ഞു തുടങ്ങിയ വഴക്ക് അവസാനിച്ചത് ഒരാളുടെ ജീവൻ എടുത്തുകൊണ്ടാണ്. കോട്ടയം പാലായിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയത് കാമുകിക്ക് മെസ്സേജ് അയച്ചുവെന്ന കാരണത്താലാണ്. ആ വാർത്തയിലേക്ക്. പാലാ മുരിക്കുമ്പുഴ ക്ഷേത്രത്തിന് സമീപത്തായി മുറികൾ വാടകയ്ക്ക് കൊടുക്കുന്ന എനിക്ക് പിന്നിൽ കാണുന്ന കെട്ടിടം. ഇവിടെയാണ് കഴിഞ്ഞ 1.5 മാസമായി കൊല്ലപ്പെട്ട വിപിനും പ്രതിയായിട്ടുള്ള ബിനീഷും താമസിച്ചു വന്നിരുന്നത്. ആലപ്പുഴ കളർകോട് സ്വദേശികളായ ഇരുവരും ഈ കോട്ടയം പാലായിലെത്തി വെൽഡിംഗ് ജോലികളൊക്കെ തന്നെ ചെയ്തു വരികയായിരുന്നു. അങ്ങനെ പൂർത്തിയാക്കി ഒരു വീടിൻ്റെ പാലുകാച്ച് നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷമെന്നോണം ഈ രണ്ടുപേരും ചേർന്ന് മദ്യപിക്കുന്നു. ഏകദേശം 9:30 അടുക്കുന്ന സമയത്ത്, അതായത് ബിവറേജ് പൂട്ടുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇരുവരും ചേർന്ന് മദ്യം വാങ്ങുന്നതിന് വേണ്ടി ബിവറേജിലേക്ക് പോകുന്നു. മദ്യം വാങ്ങി ഈ കാണുന്ന മുറിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഏകദേശം 9:45 ഇരുവരും ചേർന്ന് മദ്യപാനം തുടങ്ങുന്നു. ഈ മദ്യപിക്കുന്നതിനിടയിൽ പ്രതിയായിട്ടുള്ള ബിനീഷിന്റെ കാമുകിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യം വിപിൻ ബിനീഷിനോട് തന്നെ പറയുന്നു. ഇതോടുകൂടി പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ആദ്യം ഇരുവരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഹെൽമറ്റ് എടുത്ത് ബിനീഷ് വിപിന്റെ തലയ്ക്കടിക്കുന്നു. കിട്ടിയ കത്തി ഉപയോഗിച്ച് നെഞ്ചിൽ ആഞ്ഞു കുത്തുന്നു. ഈ ആക്രമണമൊക്കെ നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മുറിക്ക് മുന്നിലാണ്. ഈ കുത്തേറ്റ വിപിൻ അതിനുശേഷം ഇവിടെ നിന്ന് ഏകദേശം 100-150 മീറ്ററോളം ഓടി മുരിക്കുമ്പുഴ അമ്പലത്തിന് മുന്നിലെ റോഡിൽ വന്ന് വീഴുന്നു. കുത്തേറ്റ റോഡിൽ കിടന്ന വിപിനെ നാട്ടുകാരിൽ ചിലർ ചേർന്ന് പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. എന്നാൽ അവിടെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വിപിൻ്റെ ജീവൻ നഷ്ടമാകുന്നു. വിപിൻ മരിച്ചതറിയാതെ പ്രതിയായ ബിനീഷ് പാലാ ജനറൽ ആശുപത്രിയിലെത്തുന്നു. അവിടെ വച്ച് പോലീസ് പ്രതിയെ കൈയോടെ പൊക്കുന്നു. പ്രതിക്കെതിരെ ആലപ്പുഴ ജില്ലയിലും നിരവധി കേസുകളുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തന്റെ കാമുകിക്ക് മെസ്സേജ് അയച്ചതാണ് കൊലപാതക കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തി. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.